എനിക്കിനി പ്രത്യേകിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് മടുത്തു. ഞാനിനി എന്തിനാ ജീവിക്കുന്നേ? ഞാനിനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? മരിക്കാനുള്ള ഏർജ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. ഒരു സൈക്കോളജിസ്റ്റിന്റെ പ്രാക്ടീസിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പോയിന്റിൽ കേൾക്കേണ്ടി വരും. സോ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ആങ്ഷ്യസ് ആയി നിങ്ങൾ പാനിക് ആവുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം കാം ആവണം. ക്ലയന്റിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള ക്ലയൻസിനെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു സെഷനിൽ ഡീൽ ചെയ്യേണ്ടത് എന്നാണ്. ഐ എം അഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എന്താണ് ബേസിക്കലി ഹൈ റിസ്ക് കേസ്? അതായത് ഒരു ക്ലയന്റിന് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഉള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന സിറ്റുവേഷൻസിലാണ് അത് നമ്മൾ ഹൈ റിസ്ക് കേസ് ആയിട്ട് പറയുന്നത്. പലപ്പോഴും ക്ലയൻസ് നമ്മുടെ അടുത്ത് പറയും, എനിക്ക് സിവിയർ ആയിട്ട് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഹാം ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും എനിക്കത് ചെയ്യാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അവർ ഏതെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യേണ്ട വരുമ്പോഴാണ് ആ കേസിനെ നമ്മൾ ഹൈ റിസ്ക് കേസ് എന്ന് പറയുന്നത്. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലയന്റ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് റിവീൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പാനിക് ആവുകയല്ല വേണ്ടത്. ആ ഒരു സിറ്റുവേഷനിൽ ക്ലയന്റിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ പാനിക്കായി അയ്യോ ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ലയന്റിന് നമ്മുടെ അടുത്തുള്ള കോൺഫിഡൻസ് പോകും. അതായത് ഇതെന്റെ തെറപ്പിസ്റ്റിന് തന്നെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്, അപ്പൊ ഞാനിത് എങ്ങനെയാ ഡീൽ ചെയ്യുക എന്നുള്ളൊരു ഡിലമയിലേക്ക് ക്ലയന്റും പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ ഒരു തെറപ്പിസ്റ്റ് കേപ്പബിൾ ആവാന്നുള്ളത് അവരുടെ പ്രൊഫഷനെ കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സേഫ്റ്റി കംസ് ഫസ്റ്റ്. അതായത് ഈ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഇരുന്ന് ഓക്കെ എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഹാം ചെയ്യാൻ തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഡീപ്പായിട്ട് പ്രോസസ്സ് ചെയ്യല്ല വേണ്ടത്. ആദ്യം നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ഈ ക്ലയന്റ് സേഫ് ആണ്, അവർക്കിപ്പോൾ പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തെറപ്പി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ക്ലയന്റ് ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്താലാണ് അവർക്ക് തെറപ്പി കൊണ്ട് ഉപകാരം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അവരെ തന്നെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി അവരുടെ ലൈഫിൽ നിന്ന് ആ ത്രെട്ടിനെ എടുത്ത് മാറ്റുക എന്നുള്ളതായിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന തെറപ്പി അവിടെ എഫക്റ്റീവ് ആവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡേഞ്ചറിനെ അനലൈസ് ചെയ്യുക, റിസ്ക് അസസ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് മൊബിലൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അവിടെ എത്തിക്കലി ആക്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഡീപ്പായിട്ടുള്ള തെറപ്യൂട്ടിക് പ്രോസസ്സിന് അവിടെ സ്ഥാനമുള്ളൂ. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മളെ തന്നെ കാം ഡൗൺ ചെയ്യണം. ക്ലയന്റ് ഓൾറെഡി നമ്മുടെ അടുത്ത് പറയുകയാണ് അവർ ഭയങ്കര ഡിസ്ട്രെസ്സിലാണ്, അവർക്ക് അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല എന്ന്. ഈ സിറ്റുവേഷനിൽ നമ്മളും കൂടെ പാനിക് ആയാൽ ആ ഒരു ഹോൾ സിറ്റുവേഷൻ റെഗുലേറ്റ് ചെയ്യാൻ അവിടെ ആരും ഇല്ലാണ്ടായി പോകും. സോ നമ്മൾ പാനിക് ആവുന്നതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യൻ പറയുന്നത് അയാൾ ലൈഫ് എൻഡ് ചെയ്യാൻ പോകുന്നു എന്നാണ്. സോ നാളെ ഒരാൾ ചിലപ്പോൾ നമ്മളെ ഇതിനെ അക്യൂസ് ചെയ്യാനും വരെ ചാൻസ് ഉണ്ട്. സോ ഈ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ ഗ്രൗണ്ടഡ് ആണ്. ഇവിടെ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നിട്ടാണ് ക്ലയന്റിനെ ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലയന്റിനും ആ സിറ്റുവേഷനിൽ നമ്മളോടുള്ള കോൺഫിഡൻസ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ക്ലയന്റിനെ റീഅഷ്വർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ക്ലയന്റിനും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് മിക്ക സൈക്കോളജിസ്റ്റുകളും ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, എന്താണ് അവരുടെ പ്ലാൻ അല്ലെങ്കിൽ എത്രത്തോളം റിസ്കിലാണ് അവർ കറൻ്റ്ലി ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് വിചാരിക്കുന്ന കുറച്ച് സൈക്കോളജിസ്റ്റുകളുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു തെറ്റാവുന്നില്ല. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും സൂയിസൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വഴി നമ്മൾ അവരുടെ തലയിൽ ആ ഒരു ഐഡിയ ഇട്ട് കൊടുക്കുകയാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരെത്രത്തോളം റിസ്കിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലായാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച്
അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടാണ് ആ തോട്ട് വരുന്നത്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ആ തോട്ട് വരുന്നത്, ആ തോട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആക്ട് ചെയ്തപ്പോൾ അത് എപ്പോഴെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ക്ലയന്റിനോട് ചോദിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാം ആയിരിക്കണം, നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഈ രീതിയിൽ ക്ലയൻസിന്റെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് വഴി അവരെ കുറച്ചും കൂടെ ആ ഒരു റിസ്കിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനും അവരെ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കോൺഫിഡൻഷ്യാലിറ്റി അഷ്വർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ സെഷൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ സെഷനിൽ നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്റ്റഡ് ആവുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന എന്ത് കാര്യമായാലും അത് മൂന്നാമതൊരാൾ അറിയാൻ പോകുന്നില്ല, അൺലെസ് അവിടെ നിങ്ങളെയോ അല്ലെങ്കിൽ വേറൊരാളെയോ ഹാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാത്തിടത്തോളം കാലം ഞാനിത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം നമ്മൾ സെഷന് മുമ്പേ ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ശരിക്കും നമ്മൾ എൻകൗണ്ടർ ചെയ്തു, അതായത് ക്ലയന്റ് നമ്മളോട് പറയുകയാണ് അവരങ്ങനെ ചെയ്യാറുണ്ട്, അവരവരെ തന്നെ ഹാം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ വേറെ ആൾക്കാരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതോറിറ്റീസ് ആയിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലയന്റിന്റെ സേഫ്റ്റിയാണ് കോൺഫിഡൻഷ്യാലിറ്റിനേക്കാളും തെറപ്യൂട്ടിക് പ്രോസസ്സിനേക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലയന്റിന്റെ സേഫ്റ്റിയാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയ്യോ ഞാൻ എൻ്റെ ക്ലയന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവർ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ള കാര്യം ആരെയും അറിയിക്കാണ്ടിരിക്കരുത്. അവരുടെ സേഫ്റ്റിക്കും ആസ് എ തെറപ്പിസ്റ്റ് നിങ്ങളുടെ സേഫ്റ്റിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇൻവോൾവ് സപ്പോർട്ട് ആൻഡ് റെഫർ. അതായത് നിങ്ങൾക്ക് മനസ്സിലായി ഈ സിറ്റുവേഷൻ എൻ്റെ കയ്യിൽ ഒതുങ്ങില്ല, അല്ലെങ്കിൽ എൻ്റെ എക്സ്പെർട്ടൈസിനും ബിയോണ്ട് ആണ് ഈ ക്ലയൻറ്റിൻ്റെ നീഡ്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളിലേക്ക് റെഫർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ആൻഡ് ഇതുപോലെ ഇമ്മീഡിയറ്റ് റിസ്കിലാണ് ആ ക്ലയൻറ്റ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എമർജൻസി കോൺടാക്റ്റിനെയോ ഫാമിലിനെയോ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കണം. അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറോ അങ്ങനെ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യണം. പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ മടിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ റെഫർ ചെയ്താൽ അത് എൻ്റെ കഴിവുകേടാണെന്ന് ഇവർ വിചാരിക്കുമോ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഇവർക്ക് റെഫർ ചെയ്യുന്നത് എന്നുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. സോ എൻ്റെ ലിമിറ്റേഷൻ ആണ്, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ക്ലയൻറ്റിന് വേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പാണ്, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് എടുത്തിട്ട് അവർ മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, അതൊക്കെ ബേസിക് ഒരു കോമൺ സെൻസ് ആണ്, പലർക്കും മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ അത് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അടുത്തതായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സെഷനിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പലപ്പോഴും അക്കാഡമിയിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഒരു തെറപ്പിസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലീഗൽ ഷീൽഡാണ് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന നോട്ട്സ്, അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിൻ്റെ കേസ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം. സോ എസ്പെഷ്യലി ഹൈ റിസ്ക് ആയിട്ടുള്ള കേസും കൂടെ ആണെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല, അത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആ ഒരു ഡോക്യുമെൻറ്റിൽ എന്താണ് ക്ലയൻറ്റ് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾ റിസ്ക് അസസ് ചെയ്തത്, നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തത്, നിങ്ങൾ ആർക്കെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് വച്ചിരിക്കണം. നിങ്ങളത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നടന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. സോ നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, അത് ലീഗലി നിങ്ങളെ ഷീൽഡ് ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ടും ഒരു ക്ലയൻറ്റ് ഹൈ റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്ത് വയ്ക്കുക.
ഹൈ റിസ്ക് ക്ലയൻസിനെ ഡീൽ ചെയ്യുമ്പോൾ പലപ്പോഴും തെറപ്പിസ്റ്റിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ അവരുടെ സീക്രസി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ആരെ അറിയിക്കാണ്ടിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് അത് ഭയങ്കര വലിയൊരു ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ബാക്കി എല്ലാവരും അറിയുന്നത്. സോ പലപ്പോഴും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാം എന്നുള്ളത് പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. പിന്നീടുള്ളൊരു കാര്യമാണ് ക്ലയൻസിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പലപ്പോഴും തെറപ്പിസ്റ്റ് അവോയ്ഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർക്കത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലയൻസിന് അത് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ്, അവർ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് വിചാരിക്കുന്നത്, അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ ഒരിക്കലും നമ്മൾ അതിലൊരു മടി വിചാരിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നുള്ളൊരു കാര്യമാണ് നമ്മൾ റെഫറൽ വൈകിപ്പിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ആദ്യത്തെ സെഷനിൽ തന്നെ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് സെൽഫ് ഹാർമിങ് ടെൻഡൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പിന്നീട് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് ഇത് ഡീൽ ചെയ്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത സെഷനിലേക്കൊന്നും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ക്ലയൻറ്റിൻ്റെ സേഫ്റ്റി കഴിഞ്ഞാൽ വേറെ എന്തും ഉള്ളൂ. സോ റെഫറൽ വൈകിപ്പിക്കുന്നത് വഴി ക്ലയൻറ്റിന് നമ്മൾ വീണ്ടും ടൈം കൊടുക്കുകയാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവാൻ. സോ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. മേക്ക് ഷുവർ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പറ്റുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നിങ്ങളത് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഹൈ റിസ്ക് ആയിട്ടുള്ള ക്ലയൻസിനെ ഡീൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു പ്രൊഫഷനിൽ ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. എന്തായാലും അതുപോലെയുള്ള ക്ലയൻസിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. സോ ആ ഒരു സിറ്റുവേഷനിൽ പാനിക് ആവാണ്ട് കാമായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.